ഏറെ പ്രിയമായി ഇന്ദിരാ പ്രിയദർശിനി പദ്ധതി യു.ഡി.എഫ് സർക്കാരിന്റെ ജനകീയ പദ്ധതിയായ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കി ഒരു മാസം തികയുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരമായ പദ്ധതിയായി അത് മാറിയിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 15 കേരളത്തിന്റെ പൊതുഗതാഗത ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുന്നു. KSRTC പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി കേരളത്തിലെ സ്ത്രീ ജനങ്ങൾക്കിടയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത എന്താണ്? നോക്കാം എറണാകുളം ജില്ലയിലെ സ്ത്രീ യാത്രക്കാരുടെ പ്രതികരണം. ഞാനിപ്പോൾ അത് ഈ പൈസ കുടുക്കയിലൊക്കെ ഇടുന്നതാണ് വന്ന പൈസ. എനിക്കിപ്പോൾ ഒരു 60 രൂപയുടെ ലാഭമുണ്ട്. ഞാൻ കുമ്പളങ്ങിയിലാണ് വർക്ക് ചെയ്യുന്നത് സ്കൂളിൽ. അപ്പോൾ ഒരു 100 ചില്ലാനം രൂപ എനിക്ക് ചിലവാകുന്നുണ്ട്. അതിലിപ്പോൾ രാവിലെയും വൈകിട്ടും 60 രൂപ വെച്ച് എനിക്ക് ലാഭമാണ്. അപ്പോൾ ഞാൻ കുടുക്കയിലൊക്കെ ഇടുന്നത്. എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിക്കാനുണ്ട്, അല്ലെങ്കിൽ വണ്ടി കാശില്ലാതെ വിഷമിക്കണ്ട, അങ്ങനെയൊക്കെ ഉള്ളൊരു നീക്കുപോക്കും. പിന്നെ പൈസ ഉണ്ടെങ്കിൽ വേറൊരു കാര്യം കാണാം, പിള്ളേർക്കാണെങ്കിൽ എന്തെങ്കിലും വാങ്ങാം, അങ്ങനെയൊക്കെയുള്ളൊരു ഇത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കായി നടപ്പിലാക്കിയ സൗജന്യ യാത്രാ പദ്ധതിയാണ് പ്രിയദർശിനി. ഈ പദ്ധതി വഴി ദൂരപരിധിയില്ലാതെ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. എന്നാൽ യാത്രയ്ക്കായി കണ്ടക്ടറിൽ നിന്നും സീറോ ടിക്കറ്റ് നിർബന്ധമായി വാങ്ങണമെന്ന് മാത്രം. കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് പുതുചരിത്രമാണ് പ്രിയദർശിനി പദ്ധതി സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിന്റെ ചരിത്രത്തിലേക്കൊന്ന് പോകാം. 1936 തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ ആരംഭിച്ച് ഇന്നിതാ പ്രിയദർശിനി സ്ത്രീ സൗജന്യ പദ്ധതി വരെ എത്തി നിൽക്കുന്ന ഗതാഗത സംവിധാനം. പിന്നെ ഞങ്ങളെയൊക്കെ പോലുള്ളവർക്കൊക്കെ പൈസയൊക്കെ കുറഞ്ഞതുകൊണ്ട് പണിയുമില്ല. അപ്പം അതുകൊണ്ടൊരു നല്ലൊരു സഹായമാണ്. എനിക്ക് ഒരു ഇഷ്ടമായിട്ട് തോന്നി. ഈ സ്ത്രീ സൗജന്യ യാത്ര തീർച്ചയായിട്ടും വളരെ ഗുണകരമാണ്, ഒരു സംശയമില്ല. കാരണം വളരെയധികം സ്ത്രീകൾക്ക് വളരെ സന്തോഷപ്രദമാണ്. വളരെയധികം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഗുണകരമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മഹാരാജാവും ബന്ധുജനങ്ങളുമായിരുന്നു ആദ്യ ഉദ്ഘാടന യാത്രയിലെ യാത്രക്കാർ. എന്നാൽ പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യ ദിനം അങ്ങനെയായിരുന്നില്ല. സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ ഭേദമില്ലാതെ, ഭരണകൂടമെന്നോ പൊതുജനങ്ങളെന്നോ ഇല്ലാതെ എല്ലാവരും നിറഞ്ഞ മനസ്സോടെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച ഏറ്റവും മികച്ച പദ്ധതി. കാരണം സൗജന്യ യാത്ര ഞങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പം ഞങ്ങൾക്ക് പുറത്തിറങ്ങിയാലും അറിയാതെ നമ്മൾ പൈസ കൊടുത്തു പോകും. പക്ഷേ കണ്ടക്ടർമാരായാലും നമ്മളോട് നല്ല രീതിക്കാണ് അവർ ഞങ്ങളോട് പറയുന്നത്, കൈ പിടിച്ചോ, നിങ്ങൾക്കൊരു ചായക്കാശ് ആയിക്കോട്ടെ, നിങ്ങൾ ചിരി മാത്രം മതി എന്നാണ് അവർ പറയുന്നത്. ഹാപ്പിയാണ് ഞങ്ങൾ. ചേട്ടും ഇനിയും ഇങ്ങനെയുള്ള പദ്ധതികൾ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പായിട്ട് വന്നതാണ്, സൗജന്യമായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ്. ഇന്ന് ഒരു മാസം പിന്നിടുമ്പോൾ ആ ജൈത്രയാത്രയുടെ വിജയമധുരം നുകരുന്നവർ നിരവധിയാണ്. എറണാകുളം പോലെ അതിവേഗം വളരുന്ന ഒരു വ്യാവസായിക നഗരത്തിൽ തൊഴിലവസരങ്ങളും തൊഴിലിനായി യാത്ര ചെയ്യുന്നവരും അനുദിനം വർദ്ധിച്ചുകൊണ്ടാണിരിക്കുന്നത്. യാത്രക്കാർ നേരെ ഇരട്ടിയായി. ഒത്തിരി ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഈ സൗജന്യ യാത്ര. സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള എല്ലാ സ്ത്രീകൾക്കും ഇത് വളരെ വളരെ ഉപകാരം. അങ്ങനെ യാത്ര ചെയ്യുന്ന സ്ത്രീകളാണ് ഈ പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താവ്. സ്ത്രീകളിൽ ഭൂരിഭാഗവും ദിവസവേതനാടിസ്ഥാനത്തിലാണ് തൊഴിൽ ചെയ്യുന്നത്. അവർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ പദ്ധതി. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതോടെ യാത്രയ്ക്കായി അവർക്ക് ചിലവാകുന്ന തുകയിൽ ഉണ്ടാകുന്ന ലാഭം അവർക്ക് മാത്രമല്ല, മറിച്ച് ആ കുടുംബത്തിന് തന്നെ വലിയൊരു ആശ്വാസമാണ്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനുള്ള ആദരമായിട്ടാണ് കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഈ പദ്ധതി സംസ്ഥാനത്തിനായി സമർപ്പിച്ചത്. സ്ത്രീ സമത്വം കേവലം പ്രസംഗങ്ങളിലും പ്രഖ്യാപനങ്ങളിലും ഒതുങ്ങേണ്ടതല്ല, മറിച്ച് ഇതുപോലെ നടപ്പിലാക്കാനുള്ളതാണ് എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന UDF സർക്കാർ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ്. UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം നടപ്പാക്കിയതുമാണ് ഇന്ദിരാ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര. ഇന്ന് ഒരു മാസം തികയുമ്പോൾ ഏറ്റവും പ്രിയങ്കരമായിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നതും. UDF സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പൊൻതൂവൽ തന്നെയാണ് ഈ പ്രിയദർശന പദ്ധതി സമ്മാനിച്ചിരിക്കുന്നത്.
കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ അരുൺ ചാലക്കുടിക്കൊപ്പം അമ്മു വി പൊന്നപ്പൻ, ജയ്ഹിന്ദ് ന്യൂസ്.